A+ലേക്ക് സ്വാഗതം. ഇന്ന് ബാങ്ക് ലോണും ജപ്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന എപ്പിസോഡാണ്. പല എപ്പിസോഡുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുമ്പും ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പല ഈ ബാങ്ക് ലോൺ എടുത്ത വ്യക്തികൾക്കും ഇപ്പോഴും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നുമുണ്ട്. അറിവില്ലായ്മയാണ് പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഉത്സാഹം നമ്മളെപ്പോഴും കാണിച്ചിരിക്കണം. മുൻകൂർ തന്നെ ഒരു ബാങ്ക് ലോൺ എടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും, അതിൻ്റെ EMI തിരിച്ചടവുകളുടെ കൃത്യത എന്തായിരിക്കണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന മറ്റ് ദോഷങ്ങൾ എന്തൊക്കെയാണ്, ജപ്തി നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നോട്ടീസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. മുൻ എപ്പിസോഡുകളിൽ അതെല്ലാം വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത് പ്രത്യേകിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. വെഞ്ഞാറമൂട് ഒരു പ്രധാന ഇൻസിഡൻറ്റ് ഒരു 23-കാരനാൽ സംഭവിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എല്ലാ പ്രിൻ്റ് മീഡിയയിലും അതുപോലെ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ അത് വന്ന് കഴിഞ്ഞതാണ്. ആ വിഷയത്തിൽ ആ പ്രതിയുടെ പിതാവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തുകയാണ്. അത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കും അവരുടെ ഹൗസിംഗ് ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ വീട് വെക്കുന്നതിന് വേണ്ടി 8 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു ലോൺ എടുത്തിരുന്നു. ഹൗസിംഗ് ലോണാണ് എടുത്തിരുന്നത്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ നിന്നാണ് എടുത്തത്. കൃത്യമായും തിരിച്ചടവൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ചെറിയ മുടക്കം വന്നു. അത് കോവിഡാനന്തരം അദ്ദേഹത്തിന് ഗൾഫിലുള്ള ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം കൃത്യമായും തുക അടയ്ക്കാൻ കഴിയാതെ വന്നു. തുടർന്ന് ഈ ബാങ്കിൻ്റെ അധികൃതർ ആ വീട്ടിൽ പോവുകയും ആ വീട്ടിൽ പലവട്ടം പോവുകയും അവരോട് ലോൺ തിരിച്ചടവ് കൃത്യത വരുന്നില്ല, അടച്ചില്ല എങ്കിൽ ജപ്തി നടപടി ഉൾപ്പെടെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അവരോട് പറയുകയും അത് കുറച്ചൊരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എന്ന് ഇപ്പോൾ ഈ റഹീം എന്ന് പറയുന്ന ആ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും അതിനെ തുടർന്ന് ഇവർ ഈ നാട്ടിലുള്ള റഹീമിൻ്റെ ഭാര്യയും മക്കളും, പ്രത്യേകിച്ച് മൂത്ത മകൻ അഫാൻ എന്ന് പറയുന്ന മൂത്ത മകനും വളരെ സമ്മർദ്ദത്തിലാവുകയും അവസാനം ഈ ഫെബ്രുവരി 24 നടന്ന ദുരന്തത്തിൽ ആ പ്രഷർ, ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഒരു വലിയ കാരണമായി എന്നും അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. ബാങ്കുകാർ പറയുന്നത്, ഞങ്ങൾ നിയമാനുസൃതമുള്ള കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ഇവരോട് ലോൺ EMI കൃത്യമായി അടയ്ക്കാൻ പറയേണ്ട ബാധ്യതയുണ്ട്, അതാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഈ ബാങ്കിൻ്റെ ആളുകൾ പറയുന്നുണ്ട്. ഇതിലെ റഹീം എന്ന് പറയുന്ന അഫാൻ്റെ പിതാവ് പറയുന്നത് ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ റഹീം ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ആ ബാങ്കിൽ പോയപ്പോൾ പോലും ബാങ്ക് അധികൃതർ ആ മനുഷ്യനോട്, നോക്കുക, വളരെ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, ഇളയ മകൻ നഷ്ടപ്പെട്ടു, മൂത്ത മകൻ പോലീസിൻ്റെ കസ്റ്റഡിയിലുമാണ്. അങ്ങനെയുള്ള പരിതാപകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ ദുരന്തങ്ങളെല്ലാം ചുമലിലേറ്റിയ ആ ഹതാശയനായ മനുഷ്യനോട് ബാങ്ക് അധികൃതർ ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റമല്ല നൽകിയതെന്നാണ് റഹീമിൻ്റെ പിതാവ് പറയുന്നത്. ഈ റഹീം ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ സമ്മർദ്ദമുണ്ടായി, നിങ്ങൾ ചില പേപ്പറുകളിൽ എൻ്റെ ഭാര്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങി എന്നെല്ലാമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ ഇദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങളുടെ മകൻ ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് എന്ന രീതിയിൽ ഇദ്ദേഹത്തിനെ വീണ്ടും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് അഫാൻ്റെ പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടി ചേർത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ അഫാൻ്റെ പിതാവ് പറഞ്ഞത്, ബാങ്ക് ലോൺ എടുത്തതിന് ശേഷം ഞങ്ങളുടെ തിരിച്ചടവിനുള്ള കാലാവധി ഇനിയുമുണ്ട്, അപ്പോൾ സാവകാശം ഞങ്ങൾക്ക് തരാനുള്ളതല്ലേ, ഞങ്ങൾ ബാങ്കിൻ്റെ ലോൺ ഞങ്ങൾ എടുത്ത ഡ്യൂറേഷൻ ഇപ്പോൾ 10 കൊല്ലമാണ്, ആ 10 കൊല്ലം ആയിട്ടില്ല, അങ്ങനെ ആകാത്തിടത്തോളം ഞങ്ങളെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രഷർ ബാങ്ക് ചെലുത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം.
ബാങ്കിൽ സർഫാസി നിയമം വന്നതിന് ശേഷം നിങ്ങൾ അടയ്ക്കേണ്ട കാലാവധി EMI പ്രകാരം നിങ്ങൾ അടയ്ക്കേണ്ട കാലാവധി നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ബാങ്കുകൾ നിശ്ചയിക്കും. അതിൽ നിങ്ങൾക്കും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തുക നേരത്തെ അടച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് EMIയുടെ തുക കൂട്ടുകയും അതനുസരിച്ച് നിങ്ങളുടെ കാലാവധി കുറയ്ക്കുകയും ചെയ്യാം. ചിലർക്ക് EMI കുറഞ്ഞാൽ നല്ലത്. ഇപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ടും അടയ്ക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് EMI കുറഞ്ഞു കിട്ടുകയും കാലാവധി നീട്ടിക്കിട്ടുകയും വേണമെന്നാണ് അവർ ആഗ്രഹിക്കാറുള്ളത്. അതിനും സൗകര്യം ബാങ്കുകളുടെ പരിമിതിക്കുള്ളിൽ അവരുടെ മാനദണ്ഡ പ്രകാരം അവരത് അനുവദിച്ച് നൽകാറും ഉണ്ട്. ഇവിടെ സർഫാസി നിയമം നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കാലാവധി വരെ അങ്ങ് നീട്ടിക്കൊണ്ടു പോകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. 15 വർഷം കാലാവധിയുണ്ട്, 10 വർഷം കാലാവധിയുണ്ട്, 20 വർഷം കാലാവധിയുണ്ട്. അതിനുള്ളിൽ ഞങ്ങൾ അടച്ചു തീർത്താൽ പോരേ എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇപ്പോഴേ നിങ്ങൾ മാറ്റിക്കൊള്ളുക. ചിലർക്കൊക്കെ അറിയാം, ചിലർക്കൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ വെഞ്ഞാറമൂട്ടിൽ അഫാൻ്റെ പിതാവായ റഹീം എന്ന് പറയുന്ന വ്യക്തിക്കും അത് അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, EMI എന്ന് പറയുന്നത് ഒരു മാസം നമ്മൾ അടയ്ക്കാനുള്ള തുകയാണ്, തിരിച്ചടവാണ്. അതിൽ പലിശയും മുതലും ചേർത്തുകൊണ്ട് നമ്മൾ ഓരോ മാസവും അടയ്ക്കുമ്പോൾ ആ പറയുന്ന പീരീഡിനുള്ളിൽ നമ്മൾ എടുത്ത തുകയും ബാങ്കിൻ്റെ പലിശയും അത് മുഴുവൻ അടച്ച് കഴിയുമ്പോൾ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകും. പക്ഷേ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഒരു മാസം നിങ്ങൾ അടച്ചില്ല, 2 മാസം നിങ്ങൾ അടച്ചില്ല, 3 മാസം നിങ്ങൾ അടച്ചില്ല, 1 രൂപ പോലും അടച്ചില്ല, തുടർച്ചയായി EMIയിൽ നിങ്ങൾ വീഴ്ച വരുത്തി. 3 മാസം കഴിഞ്ഞാൽ ഓർക്കണം, നിങ്ങൾ കൃത്യമായി ഇതും ഓർക്കണം, 3 മാസം 90 ദിവസം നിങ്ങൾ ഇത് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ സർഫാസി നിയമപ്രകാരമുള്ള ആദ്യത്തെ നോട്ടീസ് നിങ്ങൾക്ക് വരും. അതിന് മുമ്പ് ചില നോട്ടീസ് വരും. അതൊക്കെ ഡിമാൻഡ് നോട്ടീസുകളെന്ന് നമുക്ക് പറയാം, അടയ്ക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നോട്ടീസുകൾ. അത് വരാം. പക്ഷേ സർഫാസി ആക്ട് പ്രകാരമുള്ള 13(2) നോട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായി കിട്ടുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ 3 മാസം തുടർച്ചയായി ബാങ്കിൻ്റെ EMI മുടക്കി. അങ്ങനെ നിങ്ങൾ മുടക്കം വരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 15 വർഷ കാലാവധി ഉണ്ടെന്നും 10 വർഷ കാലാവധി ഉണ്ടെന്നും അതിനിടയിൽ അടച്ച് തീർത്തു കൊള്ളാമെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം തുടർച്ചയായി 3 മാസം ഒരാൾ EMI മുടക്കിക്കഴിഞ്ഞാൽ അതിന്മേൽ സർഫാസി നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ബാങ്കിന് കഴിയും. ജപ്തി തന്നെ നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ 13(2) നോട്ടീസ് വന്നിട്ട് നിങ്ങൾ വീണ്ടും തുക അടയ്ക്കാതിരുന്നാൽ അവർക്ക് 13(4) എന്ന് പറയുന്ന അടുത്ത നോട്ടീസ്, സിംബോളിക് പൊസഷൻ എടുക്കുന്ന നോട്ടീസ് അവർക്ക് നൽകാം. തുടർന്ന് അവർ ജപ്തി നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. ജപ്തി നടപടി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് 13(4) സിംബോളിക് പൊസഷൻ എടുത്തുകൊണ്ടുള്ള നോട്ടീസ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, 3 മാസം തുടർച്ചയായി നിങ്ങൾ ബാങ്ക് ലോണിൻ്റെ തിരിച്ചടവ് മുടക്കം വരുത്തരുത്. നിങ്ങളത് അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ എത്ര തുകയുണ്ടോ ആ തുകയെങ്കിലും നിങ്ങൾ ഓരോ മാസവും കൃത്യമായും അടയ്ക്കുക. 1 മാസം അടച്ചില്ല, നിങ്ങൾ അടുത്ത മാസം അടയ്ക്കുക. അടുത്ത മാസം അടച്ചില്ല, നിങ്ങൾ തീർച്ചയായിട്ടും 90 ദിവസത്തിനുള്ളിൽ നിങ്ങളത് അടയ്ക്കണം. അടച്ചില്ല എങ്കിൽ കുടിശ്ശികയ മുഴുവൻ ചേർത്തുകൊണ്ട് ബാങ്കുകാർ നടപടിയെടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ തുക, ഇതുവരെ അടയ്ക്കാനുള്ള തുക, നിങ്ങളുടെ മുതലും ഇതുവരെയുള്ള വീഴ്ചകളും പലിശയും എല്ലാം കൂടെ ചേർത്തുള്ള തുകയ്ക്കാണ് സർഫാസി നോട്ടീസ് വരുന്നത്. ഇത് വന്നതിന്, ഈ സർഫാസി നിയമം വന്നതിൻ്റെ ദുരന്തം ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിൽ ഒരുപാട് പേര് ഈ ലോണുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതെല്ലാം ചോദിച്ചു കൊണ്ടുള്ള കമൻറ്റുകൾ കൂടുതലും വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ആളുകൾ ബാങ്കിലേക്ക് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് കാണുന്ന സന്തോഷം വളരെ വലുതാണ്, ആകാശം മുട്ടുന്ന സന്തോഷമാണ് അപ്പോൾ ഉള്ളത്. പക്ഷേ കുടിശ്ശിക വരുത്തി ജപ്തി നോട്ടീസ് വരാൻ തുടങ്ങുമ്പോൾ ആളുകളുടെ മുഖം
ഇരുണ്ട് ആകാശത്ത് വലിയ ഒരു കൊടുങ്കാറ്റും പേമാരിയും വന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറും. വെഞ്ഞാറമൂട്ട് നടന്നതും അതുപോലൊരു സംഭവം തന്നെയാണ്. 23 വയസ്സുകാരനായ ചെറുപ്പക്കാരന് തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങിയ ഒരു അവസ്ഥ. പിതാവ് ഗൾഫിൽ കടത്തിലാണ്, ജോലിയില്ല. ഇതുപോലെ വീട്ടിൽ പലിശയ്ക്ക് പലരിൽ നിന്നും വാങ്ങി എല്ലാ കടക്കാരും കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്നപ്പോൾ ഞാൻ അയാളെ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുകയല്ല, അങ്ങനെയുള്ളൊരു പ്രഷറിൻ്റെ ഭാഗമായി ബാങ്കിൽ നിന്നുകൂടി പ്രഷർ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് അവർ പറയുന്നതും. റിപ്പീറ്റ് ചെയ്ത് ആ ഫാമിലി പറയുന്നതെല്ലാം ഇത് തന്നെയാണ്. കടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബത്തിനെ കൊണ്ട് എത്തിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് 10, 15, 20 വർഷമുണ്ട്, അതുകൊണ്ട് അതിനിടയിൽ ഞങ്ങൾ അടച്ചു തീർത്താൽ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ്. തുടർന്നും ഇതുപോലെ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്ത് തന്നെ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടീസുകൾ വരും, മുമ്പ് പറഞ്ഞതാണ്, അതിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.